ഇറാനെ വെറുതെ പ്രകോപിപ്പിച്ച് ഇസ്രായേൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അതായത് ഇസ്രായേലിലെ വടക്കൻ മേഖലയായ ഹൈഫയിലെ ഓയിൽ റിഫൈനറിക്ക് നേരെ മിസൈൽ ആക്രമണവുമായി ഇറാൻ രംഗത്ത് വന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി. ഇറാനും ഖത്തറും അതിർത്തി പങ്കിടുന്ന സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടിയായി നടത്തിയ മിസൈൽ ആക്രമണമാണ് സംഭവം. ഇസ്രായേലിലെ 130-ലേറെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇറാൻ മിസൈൽ വർഷിച്ചതായാണ് റിപ്പോർട്ട്. ക്ലസ്റ്റർ ബോംബുകളാണ് ഇറാൻ ഇസ്രായേലിലെ വിവിധ മേഖലകളിലേക്ക് വർഷിച്ചത്. 1 മണിക്കൂറിനുള്ളിൽ 5 മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആക്രമണത്തിനു പിന്നാലെ മേഖലയിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടതായാണ് ഇസ്രായേൽ ഊർജ്ജ മന്ത്രി എലി കോഹൻ പറഞ്ഞത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെന്നും പവർ ഗ്രിഡിനുണ്ടായ കേടുപാടുകൾ സാരമുള്ളതല്ലെന്നും ഇസ്രായേൽ വിശദമാക്കി. എന്നാൽ ഹൈഫയിലെ റിഫൈനറിക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിലെ ഏറ്റവും വലിയ പവർ ഗ്രിഡുകളിലൊന്ന് സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഹൈഫ. ഒപ്പം ഇന്ധനവും കെമിക്കലുകളും വലിയ രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന മേഖല കൂടിയാണ് ഇസ്രായേലിലെ ഹൈഫ. മിസൈൽ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിനെതിരായ ഇസ്രായേൽ ആക്രമണം അപലപിക്കപ്പെടുന്നത് തുടരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ സംയമനം പാലിക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയത്. ഈ യുദ്ധം നടക്കുമ്പോൾ പ്രധാനപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടത്തിന്റെ ഭാഗമായ ഇറാന്റെ സൗത്ത് പാർസ് ആണ്. അതിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് തള്ളിയതാണ്. കാരണം അത് പരസ്യമായി പറയാൻ പോലും അമേരിക്കയ്ക്ക് പേടിയാണ്. ഈ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒന്നും അറിയില്ല. നിർഭാഗ്യവശാൽ ഇറാനും ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് അമേരിക്ക. എന്നാൽ ഖത്തറിന്റെ LNG ശാലയ്ക്ക് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണം നീതീകരിക്കാനാവാത്തതും അന്യായവുമാണെന്ന് അമേരിക്ക പറയുന്നു. എങ്കിലും അതീവ പ്രാധാന്യമുള്ള മേഖലയ്ക്ക് നേരെ ഇസ്രായേലിന്റെ തുടർ ആക്രമണങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകുന്നത്. അതായത് ഇറാന്റെ രോഷം തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പിക്കുമ്പോൾ പ്രകോപിപ്പിക്കാതെ രക്ഷപ്പെടുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്.